ചക്കക്കുരു മുരിങ്ങയ്ക്കായും വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഒരു കൂട്ടാനം നമുക്കിന്നിവിടെ ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു 10 ചക്കക്കുരു കീറിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനോടൊപ്പം ഒരു 2 മുരിങ്ങയ്ക്ക കൂടി വേണം. രണ്ട് മുരിങ്ങയ്ക്കായുണ്ട്. അപ്പോൾ ഈ മുരിങ്ങയ്ക്കായും ചക്കക്കുരുവും വെച്ചിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റംസ് ഒരു രുചികരമായ ഒരു കൂട്ടാനം ഇന്നിവിടെ തയ്യാറാക്കാം. ചക്കക്കുരുവും മുരിങ്ങയ്ക്കായും നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. രണ്ട് മുരിങ്ങയ്ക്ക നെടുകെ പിളർത്തിയത്, 10 ചക്കക്കുരു 4ആയിട്ട് കീറിയത്, കുറച്ച് കറിവേപ്പില, ഒതുക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒരു മുറി തേങ്ങയുടെ പകുതി ചിരണ്ടിയത്, കുറച്ച് ചെറുജീരകം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 4-5 അല്ലി വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് ചക്കക്കുരുവും മുരിങ്ങയ്ക്കായും കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയൽ ഉണ്ടാക്കാം. ആദ്യം ഈ ചക്കക്കുരു നമ്മൾ ഇതുപോലെ ഒരു കപ്പിനകത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് വേവാൻ വയ്ക്കണം. അടുപ്പത്ത് വെക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി അങ്ങ് ചേർക്കാം. ഒരു അടുപ്പത്ത് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടരുത്, ഒന്ന് ഒതുക്കി എടുക്കണം. ചക്കക്കുരു ഏകദേശം പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അതിന് മുന്നേ തന്നെ തേങ്ങ നമ്മൾ അരയ്ക്കാനുള്ള സാധനങ്ങൾ ഒതുക്കിയെടുത്ത് വെച്ചിട്ടുമുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ മുരിങ്ങയ്ക്ക ഒന്ന് ഇട്ട് കൊടുക്കാം. ചക്കക്കുരുവിന് വേവ് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ചക്കക്കുരു ആദ്യം വേവാൻ വെച്ചത്. മുരിങ്ങയ്ക്ക അങ്ങ് ഉടഞ്ഞു പോകും, അതുകൊണ്ട് മുരിങ്ങയ്ക്ക നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചക്കക്കുരു പകുതി വേവായതിന് ശേഷം മാത്രമേ മുരിങ്ങയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ വെള്ളത്തിൽ കിടന്നൊന്ന് വെന്ത് കിട്ടും. മുരിങ്ങയ്ക്കായും ചക്കക്കുരു അതൊന്നും അടിക്ക് പിടിക്കാതെ വെള്ളം ഒരല്പം കൂടെ ആവശ്യാനുസരണം ഒഴിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചക്കക്കുരു അങ്ങ് അടിക്ക് പറ്റിപ്പോകും. ഒരുവിധം വേവായിട്ടുണ്ട്. 2 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അരപ്പ് അങ്ങോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. മിക്സിയിൽ അല്പം വെള്ളം കൂടി ഒഴിച്ച് ഇതിനകത്തിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അരപ്പൊന്ന് വേവാൻ വേണ്ടി നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ മുരിങ്ങയ്ക്കായും ചക്കക്കുരും കൂടെയുള്ള അവിയലൊന്ന് റെഡിയായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ കടുക് പൊട്ടിക്കത്തില്ല, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കിയെടുക്കാം. അരപ്പൊക്കെ മുരിങ്ങയ്ക്കായ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നന്നായി സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. നല്ല രുചിയുള്ള ഒരു കൂട്ടാനാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.